ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കം ഓൺ ചിൽഡ്രൻ. സിൻഡ്രല്ല എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ദ സിൻഡർ ഗേൾ, ദ മാജിക് ബിഗിൻസ് എന്നീ ഭാഗങ്ങളും 8 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 6ാം ക്ലാസ്സിലെ മറ്റെല്ലാ യൂണിറ്റുകളുടെയും എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയെല്ലാം ചാനലിന്റെ ഹോം പേജിൽ സ്റ്റാൻഡേർഡ് 6 എന്ന പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് മറ്റേതെങ്കിലും യൂണിറ്റ് കാണണമെങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ മതി. ഡിയർ ചിൽഡ്രൻ, ഡോണ്ട് യു റിമെമ്പർ അവർ ലാസ്റ്റ് ക്ലാസ്? വാട്ട് ഹാപ്പൻ ടു സിൻഡ്രല്ല? യെസ്, Cinderella's stepmother and her stepsisters didn't take her with them to the prince's ball. They mocked at her and she became very sad. സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയും സഹോദരിമാരും പ്രിൻസിന്റെ കൊട്ടാരത്തിലെ നൃത്തത്തിന് അവളെ കൊണ്ടുപോയില്ല അല്ലേ? അവരുടെ പരിഹാസം കേട്ട് അവൾക്ക് വലിയ സങ്കടമായി. ആരാണ് അവളെ സഹായിക്കാൻ എത്തിയത്? യെസ്, her fairy godmother came for her help. With her magical powers, the godmother gave her a beautiful red couch, 6 horses and footmen. She made Cinderella look like a princess. മാലാഖ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് സിൻഡ്രല്ലയ്ക്ക് നൃത്തത്തിന് പോകാനായി ഭംഗിയുള്ള ചുവന്ന കുതിരവണ്ടിയും കുതിരകളെയും പരിചാരകരെയും എല്ലാം നൽകി. എന്നിട്ട് അവളെ ഒരു രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കി. നൃത്തത്തിന് പോവാൻ നേരം ഫെയറി ഗോഡ് മദർ സിൻഡ്രല്ലയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? യെസ്, യു ആർ റൈറ്റ്. സിൻഡ്രല്ല, യു ക്യാൻ ഗോ ടു ദ ബോൾ നൗ. But remember, the magic ends at 12 o'clock. You must return home before that time. സിൻഡ്രല്ല, മാജിക് 12 മണിക്ക് അവസാനിക്കും. അപ്പോൾ എല്ലാം പഴയതുപോലെയാകും. അതിനു മുൻപ് നീ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കണം എന്നാണല്ലേ? അങ്ങനെ സിൻഡ്രല്ല കൊട്ടാരത്തിലേക്ക് പോവാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയണ്ടേ? ടേക്ക് പേജ് നമ്പർ 45. I will read the first paragraph. Please listen carefully. The ball. Cinderella went to the ball dressed in wonderful clothes. She rode in the red couch. 6 footmen waited on her. In the ballroom, she looked like a princess. Nothing was then heard but a confused noise. How beautiful she is! How beautiful she is! Children, when Cinderella entered the palace, everybody were amazed at her beauty. She was so beautiful. They thought she was a princess. They were confused and began to say, how beautiful she is! How beautiful she is! സിൻഡ്രല്ല കൊട്ടാരത്തിലെത്തിയപ്പോൾ എല്ലാവരും അവളുടെ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെട്ടു. Cinderella went to the ball dressed in wonderful clothes. സിൻഡ്രല്ല അതിമനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് നൃത്തത്തിന് എത്തിയത്. She rode in the red couch. അവള് ചുവന്ന കുതിരവണ്ടിയിലാണ് യാത്ര ചെയ്തത്. 6 footmen waited on her. Her 6 footmen served her and waited for her orders. അവളോടൊപ്പം വന്ന 6 സേവകരും അവളെ പരിചരിച്ചുകൊണ്ട് അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവളോടൊപ്പം തന്നെ നിന്നു. In the ballroom, she looked like a princess. ഇതെല്ലാം കണ്ട് ആളുകൾ വിചാരിച്ചു അവളൊരു രാജകുമാരിയാണ് എന്ന്. Nothing was then heard but a confused noise. How beautiful she is! How beautiful she is! Nobody knew who she was. They were confused and began to say how beautiful she was. സിൻഡ്രല്ല ആരാണെന്ന് ആർക്കും മനസ്സിലായില്ല. അവളുടെ സൗന്ദര്യം കണ്ട് എല്ലാവരും അമ്പരന്നു. അവരെ ആകെ ആശയക്കുഴപ്പത്തിലായി. എല്ലാവരും അത്ഭുതത്തോടെ ഒരേ സ്വരത്തോടെ പറഞ്ഞു, അവൾ എത്ര സുന്ദരിയാണ്! അവൾ എത്ര സുന്ദരിയാണ്! See the next paragraph. The prince noticed her at once. He danced only with her. Her sisters were now jealous of her, but they did not recognize Cinderella. She went on dancing and forgot about the time. Then the clock started to strike 12. How did the prince react when he saw Cinderella? സിൻഡ്രല്ലയെ കണ്ടപ്പോൾ രാജകുമാരൻ എങ്ങനെയാണ് പെരുമാറിയത്? The prince noticed her at once. As soon as Cinderella entered the palace, the prince noticed her. സിൻഡ്രല്ല അകത്തേക്ക് കടന്നു വന്ന ഉടനെ തന്നെ രാജകുമാരൻ അവളെ ശ്രദ്ധിച്ചു. എന്തായിരിക്കും കാരണം? അവൾ അത്രയും സുന്ദരിയാണല്ലേ. He danced only with her. രാജകുമാരൻ അവളോടൊപ്പം മാത്രം നൃത്തം ചെയ്തു. Her sisters were now jealous of her.
Cinderella's sisters were watching their dance. How did they feel then? സിൻഡ്രലയുടെ അഹങ്കാരികളായ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അവരുടെ ഡാൻസ് ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണല്ലേ. അവർക്ക് എന്താ അപ്പോൾ തോന്നിയത്? യെസ്, ദേ ഫെൽറ്റ് ജെലസി. അവർക്ക് സിൻഡ്രലയോട് അസൂയ തോന്നി. ബട്ട് ദേ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് സിൻഡ്രല്ല. പക്ഷേ അത് അവളാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല അല്ലേ. ഷീ വെന്റ് ഓൺ ഡാൻസിങ് ആൻഡ് ഫോർഗോട്ട് അബൌട്ട് ദ ടൈം. Then the clock started to strike 12. Cinderella was so happy. She danced and danced with the prince, but she forgot about the time. It was 12 o'clock. The clock struck 12. What will happen at 12 o'clock? Yes, the magic will end. 12 മണിയാവുമ്പോഴേക്കും മാലാഖയുടെ മാന്ത്രിക ശക്തി അവസാനിക്കും അല്ലേ. എല്ലാം പഴയപടിയാവും. അപ്പോഴേക്കും അവൾക്ക് തിരിച്ചു വരണമായിരുന്നു. പക്ഷേ രാജകുമാരന്റെ കൂടെ നൃത്തം ചെയ്ത് അവൾ അതെല്ലാം മറന്നുപോയി. അപ്പോഴാണ് ക്ലോക്കിൽ 12 മണി അടിക്കാൻ തുടങ്ങിയത്. She now remembered the words of the fairy. She bowed to the prince and ran quickly out of the ballroom. Arriving home, she ran to seek out her godmother to tell everything that happened at the ball. She said that she heartily wished she could go to the ball the next day as well, because the prince had invited her. Then her two sisters knocked at the door. Cinderella ran and opened the door. "You stayed such a long time," she cried, gaping, rubbing her eyes and stretching herself as if she had been sleeping. ക്ലോക്ക് 12 മണി അടിച്ചപ്പോഴാണ് ഫെയറിയുടെ വാക്കുകൾ സിൻഡ്രല്ലയ്ക്ക് ഓർമ്മ വന്നത്. She now remembered the words of the fairy. What did she do then? അപ്പോൾ അവൾ എന്താ ചെയ്തത്? She was scared and she bowed to the prince and ran quickly out of the ballroom. അവൾ ആകെ പേടിച്ചു പോയി. അവളുടെ പഴയ രൂപത്തിലെ രാജകുമാരൻ അവളെ കണ്ടാലോ ആകെ കുഴപ്പത്തിലാവും അല്ലേ. അവൾ വേഗം പുറത്തേക്ക് ഓടി. She bowed to the prince and ran quickly out of the ballroom. അവൾ രാജകുമാരന്റെ മുന്നിൽ ബഹുമാനത്തോടെ തല കുനിച്ച് വേഗം ആ ബോൾറൂമിൽ നിന്നും നൃത്തം നടക്കുന്ന മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടി. Arriving home, she ran to seek out her godmother to tell everything that had happened at the ball. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സിൻഡ്രല്ല ആദ്യം എന്താ ചെയ്തത്? When she arrived home, she searched for her godmother. She wanted to tell her everything that happened at the ball. നൃത്തത്തിന് പോയപ്പോൾ ഉണ്ടായ എല്ലാ സംഭവങ്ങളും വിശദമായി പറയാനായി വീട്ടിലെത്തിയ ഉടനെ സിൻഡ്രല്ല ഗോഡ്മദറിനെ തിരഞ്ഞു. എന്നിട്ട് എന്താ സിൻഡ്രല്ല ഗോഡ്മദറിനോട് പറയുന്നത്? She said that she heartily wished she could go to the ball the next day as well, because the prince had invited her. അടുത്ത ദിവസവും നൃത്തത്തിന് പോകാനുള്ള ആഗ്രഹമാണ് അവള് ഗോഡ്മദറിനോട് പറയുന്നത്. കാരണം രാജകുമാരൻ അടുത്ത ദിവസത്തേക്കും അവളെ ക്ഷണിച്ചിട്ടുണ്ട്. Then her two sisters knocked at the door. Cinderella ran and opened the door. While talking with the godmother, Cinderella heard someone knocking the door. It must be her stepsisters. She ran out and opened the door. ഗോഡ്മദറിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വാതിലിൽ മുട്ടുന്നത് സിൻഡ്രല്ല കേട്ടു. അവൾ വേഗം ഓടിപ്പോയി വാതിൽ തുറന്നു. "You stayed such a long time," she cried, gaping, rubbing her eyes and stretching herself as if she had been sleeping. When Cinderella opened the door, she acted as if she had been sleeping. She didn't want them to know that she had been to the ball. അവള് നൃത്തത്തിന് പോയ വിവരം അവരെ അറിയാതിരിക്കാൻ വേണ്ടി അവള് ഉറങ്ങുകയായിരുന്നു എന്നതുപോലെ അഭിനയിച്ചു. എന്തൊക്കെയാ അവൾ ചെയ്തത്? "You stayed such a long time," she cried. നിങ്ങൾ എത്ര നേരമായി പോയിട്ട് അവൾ ചോദിച്ചു. ഗേപ്പിംഗ് കോട്ടുവായിട്ട്, റബ്ബിംഗ് ഹെർ ഐസ് കണ്ണൊക്കെ തിരുമ്മി, ആൻഡ് സ്ട്രെച്ചിങ് ഹെർ സെൽഫ് ആസ് ഇഫ് ഷീ ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. ഉറങ്ങി ഉണർന്നു വരുമ്പോൾ ശരീരമൊക്കെ വലിച്ചു നിവർത്തില്ലേ നമ്മൾ, അതുപോലെ സ്വയം ഒന്ന് വലിഞ്ഞു നിവർന്ന് അതുവരെ അവൾ ഉറങ്ങുകയായിരുന്നു എന്ന രീതിയിൽ അഭിനയിച്ചു. അടുത്ത പേജ് നോക്കൂ. "If you had been at the ball," said one of her sisters, "you would not have been tired with it. The finest princess was there, the most beautiful that mortal eyes have ever seen." Cinderella's sisters are talking about that girl who danced with the prince. They are praising her beauty. സിൻഡ്രല്ലയുടെ സഹോദരിമാര് രാജകുമാരനോടൊപ്പം നൃത്തം ചെയ്ത ആ സുന്ദരിയായ പെൺകുട്ടിയെക്കുറിച്ച് പറയുകയാണ്.
അവളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ്. If you had been at the ball, said one of her sisters, you would not have been tired with it. നീ നൃത്തത്തിന് പോയിരുന്നെങ്കിൽ നീ അതുകൊണ്ട് ഒട്ടും തളരില്ലായിരുന്നു. നീ നൃത്തമൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു. കാരണം അവിടെ വേറൊരാളുണ്ടല്ലേ, വേറൊരു സുന്ദരി അവിടെ വന്നിട്ടുണ്ട്. The finest princess was there, the most beautiful that mortal eyes have ever seen. മനുഷ്യര് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ, ഏറ്റവും മികച്ച ഒരു രാജകുമാരിയായിരുന്നു അവിടെ വന്നിരുന്നത്. Cinderella seemed very indifferent to what they said. But Cinderella heard everything as if she had no interest in it. പക്ഷേ സിൻഡ്രല്ല അവർ പറയുന്നതിനോടൊന്നും വലിയ താല്പര്യം കാണിച്ചില്ല. ഓ, എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന മട്ടിൽ അങ്ങനെ നിന്നു. Indeed, she asked them the name of the princess, but they told her they did not know. എങ്കിലും അവരോട് ആ പ്രിൻസസിന്റെ പേര് ചോദിച്ചു. പക്ഷേ അത് അവർക്ക് അറിയില്ലായിരുന്നു. സിൻഡ്രല്ല സ്മൈലിംഗ് റിപ്ലൈഡ്. ഇതൊക്കെ കേട്ട് അവൾക്ക് ചിരി വന്നു. അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, She must then be very beautiful indeed. How happy you have been. Could not I see her? ഓ, അങ്ങനെയാണല്ലേ. അപ്പോൾ അവൾ ശരിക്കും സുന്ദരി തന്നെ. നിങ്ങൾക്കൊക്കെ നല്ല സന്തോഷായില്ലേ അവളെ കാണാൻ കഴിഞ്ഞതിൽ? എനിക്ക് അവളെ കാണാൻ കഴിയില്ലേ? Dear sister, do lend me your yellow dress which you wear every day. Cinderella is fooling her sisters. സിൻഡ്രല്ല അവളുടെ സിസ്റ്റേഴ്സിനെ കളിപ്പിക്കുകയാണല്ലേ, പറ്റിക്കുകയാണ്. അവൾ എന്താ ചോദിക്കുന്നത്? She is requesting them to lend her their dress to go to the party. അവൾക്ക് പാർട്ടിക്ക് പോകാൻ വേണ്ടി അവരിൽ ഒരാളുടെ വീട്ടിലിടുന്ന എന്നും ധരിക്കുന്ന ആ പഴയ മഞ്ഞ ഡ്രസ്സൊന്ന് എനിക്ക് തരുമോ എന്നാണ് സിൻഡ്രല്ല ചോദിക്കുന്നത്. Yes, to be sure, cried her sister. ഓ, ഞാൻ തീർച്ചയായും തരാം, അവളുടെ സിസ്റ്റർ അലറി. Lend my clothes to such a dirty cinder wench as you are? I should be such a fool. സ്വയം വിഡ്ഢിയാവുന്നത് അറിയാതെ സിൻഡ്രല്ലയുടെ സിസ്റ്റേഴ്സ് അവളെ വീണ്ടും കളിയാക്കുകയാണ്. അവളെ ക്രൂരമായി പരിഹസിക്കുകയാണ്. എന്താ പറയുന്നത്? നിന്നെപ്പോലെ വൃത്തികെട്ട ചാരത്തിൽ കിടക്കുന്ന ഒരു വേലക്കാരി പെണ്ണിന് ഞാൻ എൻ്റെ ഡ്രസ്സ് കടം തരികയോ? ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയാണോ? വെഞ്ച് എന്നാൽ എ യങ് ഗേൾ, ഒരു പെൺകുട്ടി, യുവതി എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അവളെ കളിയാക്കാനായി വേലക്കാരി പെണ്ണ് എന്ന അർത്ഥത്തിലാണ് വെഞ്ച് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സിൻഡ്രല്ലയെ അവളുടെ സഹോദരി പരിഹസിക്കുന്നത് കേട്ട് ബാക്കിയുള്ള എല്ലാവരും, ആ കുടുംബം മൊത്തം പൊട്ടിച്ചിരിച്ചു. The entire family burst into laughter. The next day, the two sisters were at the ball, and so was Cinderella, dressed even more magnificently than before. On the next day also, Cinderella and her sisters went to the ball. അടുത്ത ദിവസവും സിൻഡ്രല്ലയും അവളുടെ സഹോദരിമാരും നൃത്തത്തിന് പോയി. Cinderella had dressed magnificently in an extremely beautiful way. സിൻഡ്രല്ല മുൻപുള്ളതിനേക്കാൾ അതിസുന്ദരിയായി കാണപ്പെട്ടു. അവള് വളരെ പ്രൗഢിയോടെ അതിഗംഭീരമായി അണിഞ്ഞൊരുങ്ങിയിരുന്നു. The prince was always by her side and never ceased to give his compliments and kind words to her. The prince danced with Cinderella and he was always with her. രാജകുമാരൻ ഈ ദിവസവും സിൻഡ്രല്ലയോടൊപ്പം നൃത്തം ചെയ്യുകയും എപ്പോഴും അവളുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്തു. He praised her beauty. He told that she was very beautiful. രാജകുമാരന് അവളെ വലിയ ഇഷ്ടായി. അവളുടെ സൗന്ദര്യത്തെ അദ്ദേഹം വാഴ്ത്തി അഭിനന്ദിച്ചു. സിൻഡ്രല്ല forgot about the time. ഇതിനിടയിൽ സിൻഡ്രല്ല സമയത്തെക്കുറിച്ച് മറന്നുപോയിരുന്നു. She thought that it was no later than 11 when she counted the clock striking 12. Cinderella thought that it was only 11 o'clock, but when the clock struck 12, she was shocked. രാത്രി വല്ലാതെ വൈകിയത് അവൾ അറിഞ്ഞതേയില്ല. 11 മണിയേ ആയിട്ടുണ്ടാവൂ എന്ന് അവൾ കരുതി. പക്ഷേ പെട്ടെന്ന് ക്ലോക്ക് 12 മണി അടിച്ചപ്പോൾ അവൾ ഞെട്ടിപ്പോയി. She jumped up and fled as nimble as a deer. What did she do then? She jumped up and ran away as fast as a deer. സമയം വൈകി എന്ന് മനസ്സിലാക്കിയ സിൻഡ്രല്ല ചാടി എണീറ്റ് ഒരു മാനിനെ പോലെ വേഗത്തിൽ പുറത്തേക്ക് ഓടി. In her hurry, she left one of her glass shoes in the ballroom. But she forgot one thing. What was that? Yes, one of her glass shoes. ധൃതിയിൽ പുറത്തേക്ക് ഓടുന്നതിനിടയിൽ അവളുടെ കാലിൽ നിന്നും ഒരു ഗ്ലാസ് ഷൂ തറയിൽ വീണുപോയി.
അടുത്ത പാരഗ്രാഫ് നോക്കൂ. As she reached the couch, she heard the last ding dong. സിൻഡ്രല്ല ഓടി കുതിരവണ്ടിയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും 12 മണി അടിക്കുന്ന അവസാനത്തെ ഡിങ് ഡോങ് എന്ന ശബ്ദം കേട്ടു. Children, what will happen now? Yes, the magic ends. The couch, the footman, the horses, Cinderella's beautiful dress, everything is going to be changed. എല്ലാം പഴയതുപോലെ ആവാൻ പോവാണല്ലേ. Suddenly, the couch became a pumpkin. കുതിരവണ്ടി ഒരു മത്തങ്ങയായി മാറി. The horse turned into mice and the footman into green lizards. കുതിരകൾ എലികളായി മാറി, പരിചാരകർ പല്ലികളും. Her clothes became the old rags again. Her beautiful silk clothes turned into old torn clothes. അവളുടെ പട്ടുകൊണ്ടും സ്വർണം കൊണ്ടും നെയ്തെടുത്ത മനോഹരമായ ഉടുപ്പ് എന്തായി മാറി? കീറിപ്പറഞ്ഞ പഴയ വസ്ത്രമായി മാറിയല്ലേ. ബട്ട് വൺ ഷൂ ഓൺ ഹെർ ഫുട്ട് വാസ് അൺചേഞ്ച്ഡ്. എന്നാൽ അവളുടെ കാലിലുണ്ടായിരുന്ന ഒരു ഷൂ ഇല്ലേ, ഒരെണ്ണം വീണുപോയി, ബാക്കിയുണ്ടായിരുന്ന ഒന്ന്, അതിനൊരു മാറ്റവും സംഭവിച്ചില്ല. ഭാഗ്യത്തിന് അവളുടെ ആ അവസ്ഥ ആരും കണ്ടില്ല. അവൾ എങ്ങനെയൊക്കെയോ ഓടിപ്പിടഞ്ഞ് വീട്ടിലെത്തി. ഷീ റീച്ച്ഡ് ഹോം ബിഫോർ ഹെർ സിസ്റ്റേഴ്സ് അറൈവ്ഡ്. അവളുടെ സഹോദരിമാർ എത്തുന്നതിന് മുൻപ് തന്നെ അവൾ വീട്ടിലെത്തി. So they did not know about her going to the ball. അതുകൊണ്ട് അവൾ നൃത്തത്തിന് പോയ കാര്യം അവരെ അറിഞ്ഞില്ല. Dear children, now let's move to the questions. 9th question. Had Cinderella appeared in her old clothes, how would the prince have treated her? സിൻഡ്രല്ല അവളുടെ പഴയ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളിട്ട് ആകെ അഴുക്കായിട്ടാണ് നൃത്തത്തിന് വന്നിരുന്നതെങ്കിൽ പ്രിൻസ് എങ്ങനെയായിരിക്കും അവളോട് പെരുമാറുക? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെയുള്ളവരെ ഒന്നും നൃത്തത്തിൽ പങ്കെടുപ്പിക്കില്ല അല്ലേ? രാജകുമാരന് അവളെ കണ്ട് ദേഷ്യം വരുമായിരിക്കും. അവള് വല്ല ഭിക്ഷക്കാരിയോ മറ്റോ ആണെന്ന് കരുതി അദ്ദേഹത്തിന്റെ പരിചാരകരോട് അവളെ പിടിച്ചു പുറത്താക്കാൻ പറയുമായിരിക്കും അല്ലേ? ആൻസർ നോക്കൂ. If Cinderella had appeared in her old clothes, the prince would have thought that she was a beggar and would have ordered his attendants to throw her out. സിൻഡ്രല്ല തൻ്റെ പഴയ വസ്ത്രങ്ങൾ ധരിച്ചാണ് എത്തിയിരുന്നത് എങ്കിൽ രാജകുമാരൻ അവൾ ഭിക്ഷക്കാരിയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും അവളെ പിടിച്ച് പുറത്താക്കാൻ തൻ്റെ പരിചാരകരോട് ആജ്ഞാപിക്കുകയും ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why did Cinderella pretend to be asleep? സിൻഡ്രല്ലയുടെ സഹോദരിമാര് നൃത്തം കഴിഞ്ഞ് വന്ന് വാതിലിന് മുട്ടിയപ്പോൾ അവൾ വന്ന് വാതിൽ തുറന്നു. അപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു എന്നതുപോലെ അഭിനയിച്ചു അല്ലേ? എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത്? Cinderella pretended to be asleep because she did not want her stepmother and stepsisters to know about her going to the ball. സിൻഡ്രല്ല ഉറങ്ങുകയായിരുന്നു എന്ന് നടിച്ചു. കാരണം അവൾ നൃത്തത്തിന് പോയത് അവളുടെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും അറിയരുത് എന്ന് അവൾ ആഗ്രഹിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Cinderella forgot the words of her fairy godmother on the second day. What may be the reason? രണ്ടാമത്തെ ദിവസം നൃത്തത്തിന് പോയപ്പോൾ സിൻഡ്രല്ല അവളുടെ ഫെയറി ഗോഡ്മദർ പറഞ്ഞ കാര്യം മറന്നുപോയല്ലേ? 12 മണിയാവുമ്പോഴേക്കും മാജിക്കിന്റെ ശക്തി തീർന്നു പോവും, നീ അതിനു മുൻപ് വീട്ടിലെത്തണം എന്ന് പറഞ്ഞ കാര്യം അവൾ ഓർത്തില്ല അല്ലേ? എന്തുകൊണ്ടായിരിക്കും അവളത് മറന്നുപോയത്? രണ്ടാമത്തെ ദിവസം കൂടുതൽ സുന്ദരിയായാണ് സിൻഡ്രല്ല നൃത്തത്തിന് പോയത് അല്ലേ? എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. രാജകുമാരൻ മുഴുവൻ സമയവും അവളെ അഭിനന്ദിച്ചുകൊണ്ട് അവളോട് നല്ല സ്നേഹമുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ട് അവൾ വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവൾ ബാക്കി എല്ലാ കാര്യവും മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? The prince was always by her side, praising her beauty. രാജകുമാരൻ അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിക്കൊണ്ട് എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. She was pleased by his compliments and kind words. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളും അഭിനന്ദനങ്ങളുമെല്ലാം അവളെ സന്തോഷിപ്പിച്ചു. She was very happy and that is why she forgot the words of her fairy godmother. അവൾ വലിയ സന്തോഷത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഫെയറി ഗോഡ്മദറിന്റെ വാക്കുകൾ അവൾ മറന്നുപോയത്. കൂട്ടുകാരെ, സിൻഡ്രല്ലയ്ക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യണം. കൂടുതൽ ക്ലാസ്സുകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.